ഇവിടെ വരുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശൈഖുന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് വല്ലാതെ മദ്ഹ് പറഞ്ഞ മാദുഹുർ റസൂലായ കേരളത്തിൻ്റെ ഭൂസൂരിയായ അബുൽ ഫളൽ മുഹമ്മദ് ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനൗറുകൾ ആണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാം. ശൈഖുനയാണ് തറക്കല്ലിട്ടതും അതേപോലെ ഉദ്ഘാടനം ചെയ്തതും. ശൈഖുനാക്ക് ഇവിടെ വരുമ്പോഴുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾ അതെല്ലാം മർഹൂം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഹംസ ഉസ്താദ് അവറുകൾ ബാക്കവി അവറുകൾ ചെയ്തിരുന്നു. ഉസ്താദിന് വല്ലാതെ ഇഷ്ടപ്പെട്ട തിൽമീദുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഹംസ ബാക്കവി ഉസ്താദ് അവറുകൾ. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളും അതേപോലെ ഹംസ ഉസ്താദുമൊക്കെ ഒന്നിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കീഴിൽ തെക്കുംപാടും മറ്റുമൊക്കെ ഓതി പഠിച്ചിട്ടുണ്ട്. ബാക്കിയാത്തിൽ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ വാപ്പുസ്താദിൻ്റെ ജമീലായ വളരെ അടുത്ത ശരീക്കായ മൗലാന ഷബീർ അലി ഹദറത്തുമായി ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന് വല്ലാത്ത ബന്ധവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖുനയുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിൻ്റെ ദറജ അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ അനുഗ്രഹിച്ച ഒരു വിഭാഗമാണ് ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ. ഇൽമു പഠിക്കാനുള്ള അവസരം കിട്ടിയ ആളുകൾ. ഞാനിങ്ങോട്ട് വരുമ്പോൾ കുന്നുംപുറം അടുത്ത് എയർപോർട്ട് റോഡിൽ കുന്നുംപുറം അടുത്ത് കുറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ധാരാളം ഔലിയാക്കന്മാരുടെ ഉസ്താദായ വലിയ മഹാനരായ ബഹുമാനപ്പെട്ട കുറ്റൂർ കമ്മുണ്ണിലൊരു പാപ്പ, മഹാനായ കുറ്റൂർ കമ്മുണ്ണിലൊരു പാപ്പ, കമ്മുണ്ണി മുസ്ലിയാർ എന്നാണ് അവരെ പറ്റി പറയുക. മഹാനൗറുകളുടെ 92ാമത്തെ ആണ്ട് ദിനമാണ് ഇന്ന്. ദുൽഖഅദ് 15-നാണ് അവർ വഫാത്തായത്. 92 കൊല്ലമായി മഹാനൗറുകൾ വഫാത്തായിട്ട്. ഞാൻ എന്തിനാണ് തുടക്കത്തിൽ അത് പറയുന്നതെന്ന് വെച്ചാൽ, അവിടെ സിയാറത്ത് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആണ്ട് ദിവസമാണ്. അവരുമായി ബന്ധമുണ്ട്. എനിക്കവരുമായി ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മഹാനൗറുകൾ. മഹാനായ വടകര മമ്മദാജി പാപ്പ, അതേപോലെ ആലുവായി അബൂബക്കർ മുസ്ലിയാർ, അതേപോലെ കാട്ടിപ്പരുത്തി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയ ധാരാളം ഔലിയാക്കന്മാർ, വലിയ മഹത്തുക്കൾ, അവരുടെ ഉസ്താദാണ് മഹാനായ കമ്മുണ്ണി മുസ്ലിയാർ. മഹാനായ കമ്മുണ്ണി മുസ്ലിയാരെ വക്കൽ നിന്ന് ഇർഷാദുൽ യാഫിഈ ഓതിയ 300 ആളുകൾ വിലായത്തിൻ്റെ മർത്തബ ഉള്ളവരായിരുന്നു എന്ന് മഹാനായ വടകര മമ്മദാജിപ്പാപ്പ അടക്കമുള്ള ആളുകൾ പറയാറുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ വളാഞ്ചേരിക്കടുത്തുള്ള കാട്ടിപ്പരുത്തിയിൽ ദർസ് നടത്തിയിരുന്ന, രണ്ടത്താണി അടുത്തുള്ള കിഴക്കേപ്പുറം ജുമാഅത്ത് പള്ളിയുടെ കിഴക്ക് വശത്ത്
പള്ളിയോട് ചാരി അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, പുളിക്കത്തൊടി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ് എൻ്റെ പിതാവ് കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ഉസ്താദ്. അവരുടെ പ്രധാനപ്പെട്ട ഉസ്താദാണ്. ആ നിലക്ക് എൻ്റെ ഉസ്താദും പിതാവുമായ മഹാനവറുകളുടെ ഉസ്താദിൻ്റെ ഉസ്താദ് എന്ന നിലക്ക് അവിടെ പോയി സിയാറത്ത് ചെയ്തു. താലിബീങ്ങളെ, മഹാനായ കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ കൂടുതൽ കാലം ദർസ് നടത്തിയിരുന്നത് തിരൂരിനടുത്ത തലക്കടത്തൂരായിരുന്നു. തിരൂരിനടുത്ത തലക്കടത്തൂർ ജുമാഅത്ത് പള്ളി, ആ ജുമാഅത്ത് പള്ളിയിൽ പിൽക്കാലത്ത് എമ്പാടും വലിയ വലിയ മഹാന്മാർ ദർസ് നടത്തിയിട്ടുണ്ട്. ബഹറുൽ ഉലൂം OK ഉസ്താദ് അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മഹാൻ അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാർ അവിടെ മുദരിസായപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് അവറുകൾ അവിടെ മുദരിസായത്. ആ ബാപ്പുട്ടി മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം പൊന്മള ഉസ്താദ് അവിടെ ഒന്നാം മുദരിസായി. ആദ്യം പൊന്മള ഉസ്താദ് രണ്ടാം മുദരിസായിരുന്നു. പൊന്മള ഉസ്താദ് അങ്ങനെയാണ് ദർസ് തുടങ്ങിയത്. ആ സമയത്ത് മഹാനായ പൊന്മള ഉസ്താദിനെ സംബന്ധിച്ച് തലക്കടത്തൂർ മുദരിസ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, P. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള അങ്ങനെ പറഞ്ഞിരുന്നത്. P. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൊന്മള, തലക്കടത്തൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഇങ്ങനെയൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരായിട്ട് പിന്നീട് മഹാനൂറുകൾ അറിയപ്പെട്ടു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഉസ്താദ് മൗലൽ ഫാദിയുടെ ഉസ്താദായ, എൻ്റെയും ഉസ്താദായ ബഹുമാനപ്പെട്ട താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം കണ്ട മുഹഖിഖീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട വലിയ മഹാമനുഷ്യൻ. അവിടുത്തെ ദർസിൻ്റെ ഒക്കെ പരപ്പുകൾ അവിടെ പോയി ഇരുന്നാലാണ് മനസ്സിലാവുക. നിങ്ങൾ ഉസ്താദ് മൗലൽ ഫാദിലിയും ഞാനുമൊക്കെ ഒന്നിച്ച് ഷറഹുൽ മവാഖിഫ്, ഷറഹുൽ അഖായിദ്, ജമ്മുൽ ജവാമി പോലത്തെ കിതാബുകൾ, അതിലെ പ്രധാനപ്പെട്ട വശങ്ങൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവുമൊക്കെ മസാലിക്കിൽ വെച്ച് കൊട്ടൂർ ഉസ്താദിൽ നിന്ന് ഓതിയിരുന്നു. മഹാനവറുടെ ഇൽമിൻ്റെ ആഴം, ആ കൊട്ടൂർ ഉസ്താദിൻ്റെ തഹ്ഖീഖാത്തുകൾ നല്ലപോലെ അറിയുന്ന ആളാണ് മഹാനായ മുഹീസുന്ന പൊന്മള ഉസ്താദ്. കൊട്ടൂർ ഉസ്താദിൻ്റെ നല്ല കാലത്ത് നല്ലപോലെ ഓതിപ്പടിച്ച വിഷയങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ ഓതിപ്പടിച്ച ആളാണ് പൊന്മള ഉസ്താദ്. പൊന്മള ഉസ്താദ് തലക്കടത്തൂരിൽ നിന്ന് മറ്റൊരു ദർസിലേക്ക് പോയപ്പോൾ ആ തലക്കടത്തൂരിൽ പിന്നെ ദർസിൽ ചെന്നത് ബഹുമാനപ്പെട്ട മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പുസ്താദ് ഷെയ്ഖുന അവറുകളാണ്. ആ ഷെയ്ഖുനയോടുകൂടെ ആ ദർസിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാനും അവിടെ മുത്തഅല്ലിമായിരുന്നു. തലക്കടത്തൂരിൽ നിന്നാണ് ഈ ഉള്ളവൻ ബാക്കിയാത്തിലേക്ക് പോയത്. ആ സമയത്ത് മഹാനായ പൊന്മള ഉസ്താദിൻ്റെ അധ്വാനം തലക്കടത്തൂർ ചെന്നപ്പോൾ നല്ലപോലെ വ്യക്തമായി. തലക്കടത്തൂരിലെ മുഴുവൻ കിതാബുകൾ, പ്രത്യേകിച്ച് ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീർ, അത് മുഴുവനും മുതാലഅ ചെയ്ത് വേണ്ട കുറിപ്പുകൾ മഹാനായ പൊന്മള ഉസ്താദ് ആ കിതാബിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്മത്തുൽ അംബിയ എഴുതി വച്ചിട്ടുണ്ട്. അവിടെയുള്ള മുഴുവൻ കിതാബുകളും മഹാനായ പൊന്മള ഉസ്താദിൻ്റെ നോട്ടം എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എനിക്ക് പറയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, ആ മുഴുവൻ കിതാബുകളും തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഫിഹ്റസ്ത് തയ്യാറാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ ആ മുഴുവൻ കിതാബുകളും കണ്ടു. അത് മുഴുവനും എഴുതി വെച്ചു. എല്ലാ കിതാബുകളും എഴുതി വെച്ചു. ബാപ്പുസ്താദിൻ്റെ ഷെയ്ഖുനയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് മഹാനായ വൈലത്തൂർ ബാവുസ്താദ് അവറുകൾ. വൈലത്തൂർ ബാവുസ്താദ് അവറുകൾ ഇടക്കിടക്ക് തലക്കടത്തൂർ വരും. അങ്ങനെ വന്ന് കിതാബ് ആവശ്യപ്പെടുമ്പോൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടി ഷെയ്ഖുന വിളിക്കൽ എന്നെയാണ്. കാരണം കിതാബ് വെച്ച സ്ഥലം എനിക്കാണറിയാം. അതുകൊണ്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കും, ഞാനത് എടുത്തു കൊടുക്കും. മഹാനായ പൊന്മള ഉസ്താദിൻ്റെ കഴിവുകളും അധ്വാനങ്ങളും നല്ലപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. താലിമീങ്ങളെ, അന്ന്
അവിടെ നമ്മുടെ കേരളത്തിലുള്ള മുഹഖിഖീങ്ങളായ ആളുകൾ, ആ മുഹഖിഖീങ്ങളായ ആളുകളുടെ അരികിലൊക്കെ പോയിരുന്ന് ധാരാളം ഉലൂമുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ ആളാണ് മഹാനായ മുഹീസുന്ന പൊന്മുള ഉസ്താദ്. അന്നുള്ള എല്ലാ ആളുകളടുത്തും സമീപിക്കും. മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു കോട്ടൂർ ഉസ്താദ് എപ്പോഴും മദഹ് ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതനാണ് സദഖത്തുള്ള ഉസ്താദ്. സദഖത്തുള്ള ഉസ്താദ് സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായി വഫാത്തായ ആളാണ്. മഹാനായ കോട്ടൂർ ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ട്രഷററാണ്, ഖജാൻജിയാണ്. എന്നിട്ടും സദഖത്തുള്ള ഉസ്താദിനെ വല്ലാതെ മദഹ് ചെയ്യും. അവിടുത്തെ ഉലൂമുകൾ പലപ്പോഴും പറയും നളീറില്ലാത്ത, തുല്യനില്ലാത്ത പണ്ഡിതനാണ്. ഒരു ഇബാറത്ത് റോട്ടുമ്മക്കൂടെ പോവുകയാണെങ്കിൽ സദഖത്തുള്ള ഉസ്താദിന് മനസ്സിലാവും. കോട്ടൂർ ഉസ്താദിൻ്റെ ശൈലിയാണ്. ഒരു ഇബാറത്ത് ഇങ്ങനെ, ഇബാറത്ത് ഇപ്പോൾ ഏതായാലും റോട്ടുമ്മക്കൂടെ പോകില്ലല്ലോ. പക്ഷേ മഹാനായ കോട്ടൂർ ഉസ്താദ് പറയും ഒരു ഇബാറത്ത് റോട്ടുമ്മക്കൂടെ പോവുകയാണെങ്കിൽ അതായിരിക്കും മനസ്സിലാവും. സദഖത്തുള്ള ഉസ്താദിന്, സദഖത്തുള്ള മുസ്ലിയായിരിക്കും മനസ്സിലാക്കും. അത്രക്കും കഴിവുള്ള ആളാണ്. ആ മഹാനവറുകളുടെ അടുത്ത് ചെന്ന് ഫിഖഹിയായ ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന്, അങ്ങനെ അന്ന് ഹയാത്തുള്ള ആളുകളുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഓരോ മസ്അലയെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് തൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മുഹഖിഖീങ്ങളൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ച വലിയ ഭാഗ്യവാനാണ് മുഹീസുന്ന പൊന്മുള ഉസ്താദ്. 10 കൊല്ലം മഹാനവറുകൾ തലക്കടത്തൂരിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാർ, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ആ നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാരുടെ കീഴിൽ 2ാം മുദരിസായി എന്ന് മാത്രമല്ല വലിയ തഹ്ഖീഖുള്ള ആളായിരുന്നു നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാർ. എല്ലാ കിതാബുകളും നല്ലപോലെ ശറഹ് എഴുതിയിട്ട്, ഞാൻ അവരുടെ കിതാബ് കണ്ടിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത അടക്കമുള്ള കിതാബുകൾ അതടക്കം ശറഹ് എഴുതി. തശ്രീഹുൽ അഫ്ലാക്ക് പോലത്തെ കിതാബുകളിലൊക്കെ നല്ലപോലെ ശറഹ് എഴുതി. മഹല്ലി 4 ജുസുവും നല്ലപോലെ ശറഹ് എഴുതിയിട്ട് സൂക്ഷിച്ചിരുന്നു മഹാനായ നെല്ലിക്കുത്ത് ബാപ്പുട്ടി മുസ്ലിയാർ. അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് അവർ വഫാത്തായപ്പോൾ ആ കിതാബുകളൊക്കെ തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ടു. തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആ കിതാബുകളൊക്കെ കാണാൻ കഴിഞ്ഞു. ഞാൻ മുത്തഅല്ലിമീങ്ങളോട് പറയുന്നത്, ആ തലക്കടത്തൂരിലായിരുന്നു ദീർഘകാലം മഹാനായ കമ്മുണ്ണി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് മഹാനവറുടെ വക്കൽ നിന്ന് ഇർഷാദുൽ യാഫിഈ ഓതിയ 300 ഔലിയാക്കന്മാരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. വടകര മുഹമ്മദായി തങ്ങൾ പാപ്പാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ദ്വാരപ്പിച്ചിട്ടുണ്ട്, ധാരാളം ദ്വാരപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മമതാജി പാപ്പാൻ്റെ ചെറിയ മകനാണ് KM ബഷീർ. KM ബഷീറിനെ അറിയാമല്ലോ, അറിയില്ലേ? കൊല്ലപ്പെട്ട, ഇപ്പോൾ കേസുകളൊക്കെ നടക്കുന്നു, സിറാജിൻ്റെ ലേഖകനായിരുന്ന KM ബഷീർ. ആ KM ബഷീർ വടകര മമതാജി പാപ്പ മരിക്കുമ്പോൾ ചെറിയ കുട്ടിയാണ്. അത് മമതാജി പാപ്പാൻ്റെ മകനാണ്. ആ KM ബഷീറിനെ മറവ് ചെയ്തത് മഹാനായ മമതാജി പാപ്പ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സമീപത്താണ് മറവ് ചെയ്തത്. വാണിയന്നൂരായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഒറിജിനൽ സ്ഥലം ചെറുവണ്ണൂരാണ്. കണ്ണൂർ വടക്ക് ഭാഗത്തുള്ള ചെറുവണ്ണൂരായിരുന്നു മഹാനവറുകളുണ്ടായിരുന്നത്. ആ ഇർഷാദുൽ യാഫിഈ, എൻ്റെ പിതാവ് കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഇർഷാദുൽ യാഫിഈ അവിടുത്തെ ഉസ്താദ് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരടുത്ത് ഓതിയതാണ്. മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ കമ്മുണ്ണി പാപ്പാൻ്റെ അടുത്ത് ഓതിയതാണ്. അപ്പോൾ കമ്മുണ്ണി പാപ്പാൻ്റെ വക്കിൽ നിന്ന് കിട്ടിയ ആ തഹ്ഖീഖാത്തുകൾ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഒരു സംശയം ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ, അതിലെ ഒരു ഇബാറത്തിനെ സംബന്ധിച്ച് മഹാനായ റഈസുൽ ഉലമയോട് ചോദിച്ചപ്പോൾ റഈസുൽ ഉലമ മഹാനവറുകൾ പറഞ്ഞു, തലക്കടത്തൂർ മഹാനായ കമ്മുണ്ണി പാപ്പാൻ്റെ അടുത്ത് നിന്ന് ഓതിയ ഒരു ഇഹ്യാ ഉലൂമുദ്ദീൻ ഉണ്ട്, അത് ഇന്ന സ്ഥലത്തുണ്ട്, അത് പോയി അവിടെ ഒന്ന് നോക്കിയാൽ ഹല്ലായി പോകുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ ഇഹ്യ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാ ഇഷ്കാലുകളും തീരുന്ന രൂപത്തിൽ ശറഹുകൾ എഴുതി കൊടുത്തിരിക്കുന്നു. എല്ലാ ഇഷ്കാലുകളും തീരുന്ന രൂപത്തിൽ ശറഹുകൾ. തഅല്ലിമീങ്ങളെ, ഇങ്ങനെയാണ് പഴയ കാലത്ത് ഓതിയിരുന്നത്.
ഷറഹ് എഴുതാൻ പ്രത്യേകമായ കലം പേന എന്ന് പറയും. കലമും പേനയും ഒന്ന് തന്നെയാണ്, പോസ്റ്റും കാര്യമായിരിക്കണത്. അത് രണ്ടും തന്നെയാണ്, ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണ് അതിന് പറയൽ. കലം പേന എന്നാണ് അതിനെപ്പറ്റി പറയൽ. ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയാതെ നമ്മളൊക്കെ പറയൽ പോസ്റ്റും കലം എന്നാണ് പറയുന്നത്. സംഗതി രണ്ടും ഒന്ന് തന്നെയല്ലേ. അപ്പോൾ അതേമാതിരിയാണ് അത്. ഒരു മഷുക്കുപ്പിയിൽ പ്രത്യേകമായ രൂപത്തിൽ തയ്യാർ ചെയ്യപ്പെട്ട മഷുക്കുപ്പി, സുബ്ഹാനല്ലാഹ്, അത് അധികവും ചെമ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള പിത്തളയോ ഇങ്ങനെയായിരിക്കും. അതിന് നല്ലപോലെ മൂടിയുണ്ടാകും. അതിന് ചിരട്ടക്കരി കൊണ്ട് ഉണ്ടാക്കിയ മഷി. താലിമ്യങ്ങൾ ചോദിച്ചത് എന്താ ഇപ്പോൾ ഇയാൾ പറഞ്ഞത്? അതുകൊണ്ടുണ്ടാക്കിയ മഷി. അതിൽ ഈ കലം, ഈ പേന, മുള കൊണ്ടുണ്ടാക്കിയ പേന മുക്കിയിട്ടാണ് മശായിഖന്മാർ ശർഹ് എഴുതിയത്. മശായിഖന്മാർ ശർഹ് എഴുതിയത്. നിങ്ങളെ കയ്യിൽ മഹാനായ സീതാലി ഉസ്താദ് എഴുതിയ ശർഹ് എഴുതിയ ഫത്ഹുൽ മുഈൻ ഉണ്ടല്ലോ. ഫത്ഹുൽ മുഈൻ പലതും കിട്ടുന്നുണ്ട്. സീതാലി ഉസ്താദ് എഴുതിയതുണ്ട്, കരിങ്കപ്പാറ ഉസ്താദ് എഴുതിയതുണ്ട്. ഏകദേശം അതൊക്കെ ഒരുമാതിരിയൊക്കെ തോന്നും, അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ സീതാലി ഉസ്താദ് എഴുതിയ ഫത്ഹുൽ മുഈൻ, മഹാനായ സീതാലി ഉസ്താദ് അത് എഴുതി നന്നാക്കിയത് പാതിരാ സമയത്താണ് എഴുതി നന്നാക്കിയത്. ഇരുമ്പാലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് സയ്യിദാലി മുസ്ലിയാരും റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ കരിങ്കപ്പാറ ഉസ്താദ്. വളർന്നു വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഈ പേരുകളൊക്കെ ചിലപ്പോൾ പരിചയക്കുറവുണ്ടാവും. ഇത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ആരാണ് ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഏതായിരുന്നാലും സയ്യിദാലി ഉസ്താദ് എഴുതിയ ഫത്ഹുൽ മുഈൻ നിങ്ങളെ കയ്യിലുണ്ടല്ലോ. ആ ഫത്ഹുൽ മുഈൻ്റെ വില എത്രയാണെന്ന് പറയും നിങ്ങൾ. വിപണിയിൽ കിട്ടുന്ന വിലയല്ല, അതിൻ്റെ മാനവിയായ വില എത്രയാണെന്നറിയോ? എത്ര വിലയുള്ള കിതാബാണ്. പലപ്പോഴും മഹാനൗറുകൾ അത് ശർഹ് എഴുതിയിട്ട് തീരുമ്പോഴത്തേക്ക്, തീരാന്ന് പറഞ്ഞതിൻ്റെ മാനെന്താ? നാളെ ദർസ് നടത്തുന്ന ഭാഗം ഇന്ന് എഴുതി തന്നോക്കും. അതാണ് അന്നത്തെ ശൈലി. നാളെ ഉസ്താദ് ചൊല്ലിത്തരുന്ന ആ ഭാഗം ഇന്ന് ശർഹ് എഴുതി നന്നാക്കിയിട്ടുണ്ടാകും. അതെന്തിനാണ് അങ്ങനെ ശർഹ് എഴുതി നന്നാക്കുന്നത്? ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പറയും. ഈ ശർഹ് നോക്കിയിട്ട് ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മുടെ കിതാബിൽ വേണം. അങ്ങനെയായിരുന്നു ആ കിതാബ് ഓതിയിരുന്നത്. പലപ്പോഴും മഹാനൗറുകൾ ശർഹ് എഴുതി വിരമിക്കുമ്പോൾ സുബഹിയായിരുന്നു. അറിയാറുണ്ടായിരുന്നില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് സുബഹിയാണെന്ന് അറിയാം. അങ്ങനെ എഴുതി. ഇതുപോലത്തെ ലൈറ്റുകൾ അന്നുണ്ടായിരുന്നില്ല. ചെറിയ മണ്ണെണ്ണ കത്തിക്കുന്ന ചിമ്മിനി വിളക്കിൻ്റെ വട്ടത്തിൽ എന്ന് പഴയ കാലത്ത് പറയാറുണ്ട്. ആ ചിമ്മിനി വിളക്കുകൾ നമുക്കത് ഒരു നിലക്കും ദിഹ്നിലേക്ക് വരുന്നില്ല. ഒരു ഒജുഹുമ്മ തസവറാവുക പോലും ചെയ്യൂല. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിൻ്റെ സബ്ക്ക് നല്ല രസമാണ്. അറബിയുണ്ട്, അറബിയായിരിക്കും ഒക്കെ പറയല. അങ്ങനെ ഉണ്ടാവും അറബിയിൽ. ഞാൻ ഉസ്താദ് അവർ കുണ്ടൂർ ദർശ നടത്തുമ്പോൾ, ഞങ്ങൾ കുണ്ടൂരിൽ നിന്ന് പോകുന്നതിന് ശേഷം കോട്ടൂർ ഉസ്താദ് അങ്ങോട്ട് പോയി. ഞങ്ങളെന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി വാപ്പുസ്താദ് തലക്കെടുത്തൂരിൽ നിന്ന് നേരെ കുണ്ടൂരിലേക്കാണ് പോയത്. ആ കുണ്ടൂരിൽ നിന്ന് മഹാനായ തിരുരങ്ങാടി വാപ്പുസ്താദ് അവറുകൾ കുണ്ടൂരിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നീട് അവിടെ ദർസിന് വന്നത് മഹാനായ താജുൽ മുഹഖിഖീൻ കോട്ടൂർ ഉസ്താദാണ്. അപ്പോൾ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ പിതാവ് എന്നെ കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് കോട്ടൂർ ഉസ്താദിനെ സംസാരിക്കുന്ന അപ്പോഴാണ്. മുത്തഅല്ലിമാകുന്ന കാലത്ത് കോട്ടൂർ ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെയും ചെറുപ്പത്തിൽ മുത്തഅല്ലിമാകുന്ന ഉസ്താദ് അനന്താവൂർ ദർസ് നടത്തുന്ന അവസരത്തിൽ ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഉസ്താദിനായിട്ട് നേരിടാൻ കണ്ടില്ല. ഉസ്താദിനെ കണ്ട് പേടിച്ചിട്ട് ഞാൻ പോയതാണ്. വേറെ ആവശ്യത്തിന് വേണ്ടി വെള്ളിയാഴ്ച വേദേൽപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അസറിൻ്റെ ശേഷം ഉസ്താദ് ഒരു തലക്കാണി എടുത്തിട്ട് ആ റൂമിൽ നിന്ന് ഇങ്ങനെ ദർസ് നടത്താൻ വേണ്ടി ആ രംഗം കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. അങ്ങനെ അന്ന് ആദ്യമായിട്ട് കണ്ടു അത്. പക്ഷെ അന്നത്തെ ആ ഒരൊറ്റ റുയ്യത്ത് തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ആദരവുണ്ടാക്കി. പിന്നീട് കുണ്ടൂർ ചെന്നിട്ട് കാണുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, കുണ്ടൂരകത്തെ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നെ കണ്ട് ഞാനിങ്ങനെ പിന്നെ അബ്ദുൽ പറഞ്ഞയച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സ്വീകരണമൊക്കെ ആയി. അപ്പോൾ നിങ്ങളപ്പോൾ പറഞ്ഞയച്ചല്ലേ, അതുകൊണ്ട് ഞാൻ ആ വിഷയം അലാമാഹിയയിലെ ഏറ്റവും കൂടുതൽ പറയാം. അതിൻ്റെ ലിമിറ്റിൽ ഇന്നത്തെ മുറാദുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ ഇതെന്ത് ദർസ് നടത്തണമായി. ഒരു ഖുത്ബിയോ മുല്ലാസനൊക്കെ ദർസ് നടത്തണമായി. അതിൻ്റെ മുറാദ് ഇങ്ങനെയാണ്. അതിന് വേറെ മഫ്ഹൂമുണ്ട്.
ഒരു കുടുംബപരമായൊരു വിഷയം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് ഞാനത് തെഹക്കീക്കായി പറയാണ്. ഇങ്ങനെയാണ് ഉസ്താദിൻ്റെ സംസാരം. അപ്പോൾ അത് സംസാരം തിരിയണമെങ്കിൽ തന്നെ ആദ്യം തന്നെ കുറച്ച് പണിയാണ്. ആദ്യം തന്നെ ഉസ്താദിൻ്റെ സംസാരം തിരിയണമെങ്കിൽ പറഞ്ഞ പണി. പക്ഷേ എല്ലാ വിഷയങ്ങളും നല്ലപോലെ അറിയുന്ന ആൾ, അഹദ് വാഹിദ്, എന്താ ഫർക്ക്? അഹദും വാഹിദും തമ്മിൽ ഫർക്ക് എന്താണ്? ശർഹുൽ അഖായിദിൻ്റെ തുടക്കത്തിൽ തന്നെ അൽ മുത്തവഹിദി ബിജലാലി ദാത്തിഹി എന്നതിൻ്റെ വിശദീകരണം ഉസ്താദ് പറയാറുണ്ട്. അൽ മുത്തവഹിദി ബിജലാലി ദാത്തിഹി, എന്തുകൊണ്ടാണ് മഹാനവറുകൾ തഫ്താദാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഉമർ നസ്ഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്തുകൊണ്ടിട്ടാണ് അൽ മുത്തവഹിദി ബിജലാലി ദാത്തിഹി എന്ന് പറഞ്ഞത്? അഹദ് എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? വാഹിദ് എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല? അഹദും വാഹിദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഹദ് എന്ന് ഖുർആനിൽ കാണും, ഖുൽ ഹുവല്ലാഹു അഹദ്. അതേപോലെ തന്നെ വാഹിദ് എന്ന് ഖുർആനിൽ കാണും, മുത്തവഹിദ് എന്ന് ഖുർആനിൽ കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചത്? മുത്തവഹിദ് എന്ന് എന്തുകൊണ്ട് ഉപയോഗിച്ചു? അഹദ് എന്നുള്ളത് ലാ ബിശർത്ത് ഷൈഇൻ്റെ മർത്തബയാണ്, വാഹിദ് എന്നുള്ളത് ബിശർത്ത് ലാ ഷൈഇൻ്റെ മർത്തബയാണ്. ഉസ്താദിൻ്റെ ബഹത്തുകൾ അപ്പം പറയുന്നത്, കോട്ടൂർ ഉസ്താദിൻ്റെ ബഹത്തുകളാണ് പറയുന്നത്. അഹദ് എന്നുള്ളത് ലാ ബിശർത്ത് ഷൈഇൻ്റെ മർത്തബയാണ്, വാഹിദ് എന്നുള്ളത് ബിശർത്ത് ലാ ഷൈഇൻ്റെ മർത്തബയാണ്. അഹദ് എന്നുള്ളത് ആരെയും എഴുത്തിബാർ ചെയ്യാതെ പറഞ്ഞതാണ്, വാഹിദ് എന്നുള്ളത് ഒയർന്ന് എഴുത്തിബാർ ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം, ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന് എനിക്ക്. പിന്നെ എന്തിനാണ് ഞാനിത് പറഞ്ഞു? ഇങ്ങനൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞത്. അതിലേക്കൊക്കെ നിങ്ങൾ വളർന്നു വരണം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നു വരണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. വിശുദ്ധ ഖുർആനിൽ വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ തന്നെയാണ് മുഫ്സിദീങ്ങൾ, വലാകിൻ ലാ യശ്ഉറൂൻ, അവർക്ക് ശുഊറില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഅലമൂൻ എന്നും പറഞ്ഞു. എന്തുകൊണ്ട് അവിടെ യശ്ഉറൂൻ എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഇവിടെ യഅലമൂൻ എന്ന് പറഞ്ഞു? മഹാന്മാരായ പണ്ഡിതന്മാർ അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുതഅല്ലിമിനോട് പറയുന്നത് ഇതൊക്കെ ആഴമേറിയുള്ള ചർച്ചകളാണ്. ആ ചർച്ചകളിലേക്ക് എത്താനുള്ള തുടക്കമാണ് നിങ്ങൾക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരോട്, മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, മഹാന്മാരായ ആളുകൾ, സീതാലുസ്താദിനെ പോലത്തെ ആളുകൾ ഇങ്ങനെ പേന മഷിക്കുപ്പിയിൽ മുക്കി അങ്ങനെ എഴുതി, അതുകൊണ്ട് അത് മായൂല, അത്രക്കും അത് ഉറച്ചിട്ടുണ്ടാവും, അത് ഒരിക്കലും മായൂല. എൻ്റെ പിതാവ് കുറ്റിപ്പുറം ഉസ്താദ് പറയാറുണ്ട്, ഞങ്ങൾ ഫത്ഹുൽ മുഈൻ ഓതുമ്പോൾ നേരത്തെ പറഞ്ഞ കമ്മുണ്ണൂർ പാപ്പാൻ്റെ ശിഷ്യനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ വക്കൽ നിന്ന് ഫത്ഹുൽ മുഈൻ ഓതുമ്പോൾ ഞങ്ങൾ 4 വരിയാണ് ഓതുക. 4 വരി ഫത്ഹുൽ മുഈൻ ഓതും. അങ്ങനെ ഓതുമ്പോൾ മറ്റൊരു കിതാബും അതിൻ്റെ കൂടെ ഓതൂല, ഇന്ന് ഓരോരുത്തരും 1, 2 എണ്ണി നോക്കാട്ടെ, എത്ര കിതാബ് ഓതുന്നുണ്ടെന്ന് എണ്ണി നോക്കാട്ടെ, ഒരു കിതാബും അതിൻ്റെ കൂട്ടത്തിൽ ഓതൂല. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അങ്ങനെ ഓതുമ്പോൾ തുഹ്ഫയും നിഹായും മുഗ്നിയും അടക്കമുള്ള മിൻഹാജിൻ്റെ ശുറൂഹുകൾ, ആ മിൻഹാജിൻ്റെ ശുറൂഹുകൾ മുഴുവനും ഞങ്ങൾ നോക്കും, ഉസ്താദ് മുഴുവനും ബയാൻ ചെയ്യും. ഇങ്ങനെയായിരുന്നു ഫത്ഹുൽ മുഈൻ ഓതിയിരുന്നത്. ആ ഫത്ഹുൽ മുഈൻ ഓതുമ്പോഴത്തേക്ക് എല്ലാ മസ്അലകളും മനസ്സിലാക്കും. അങ്ങനെ ഓതിയിട്ടാണ് ഫഖീഹ് എന്നുള്ള പേര് കിട്ടിയത്. ചില ആൾക്കാർ തേങ്ങാക്കൊല എന്നൊക്കെ പറയുന്നുണ്ട്. അത് തേങ്ങാക്കൊലയും ഫഖീഹും അതൊക്കെ അതിൻ്റെയൊക്കെ ഫർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും ആ പേര് വന്നത് ഇങ്ങനൊക്കെ ഓതിയതുകൊണ്ടാണ്. അങ്ങനെ 10ഉം 20ഉം കൊല്ലമാണ് ഓതുന്നത്. 18 കൊല്ലം ദർസിൽ തന്നെ ഓതുകയാണ്. 18 കൊല്ലം ദർസിൽ തന്നെ ഓതുകയാണ്. എന്നിട്ട് 2 കൊല്ലം കോളേജിൽ. കൊല്ലം എത്രയായി? 20 കൊല്ലമായി. ഈ നിലക്കാണ് എൻ്റെ പിതാവ് കുറ്റിപ്പുറം ഉസ്താദ് ഓതിയത്. താജുൽ ഉലമ ഓതിയത് അങ്ങനെയാണ്. ഓക്കെ ഉസ്താദ് ഓതിയ അങ്ങനെയാണ്. അങ്ങനെ നീണ്ട ദക്കാഉം വഹിർസുൻ വസ്തിബാറുൻ വബുൽഗതു വഇർഷാദു ഉസ്താദിൻ
വത്തൂലു സമാനി, ആ തൂലു സമാൻ്റെ ആൾക്കാരായിരുന്നു അവരൊക്കെ. അങ്ങനെയാണ് അവർ കിതാബൊക്കെ ഓതിയിരുന്നത്. ഏത് വിഷയം ചോദിച്ചാലും അവർക്കത് മനസ്സിലാകും, അവർക്കത് ശരിയായ രൂപത്തിൽ പറഞ്ഞു തരാൻ സാധിക്കും. ഞാൻ മുത്തഅല്ലിമീങ്ങളോട് പറയുന്നത്, മഹാന്മാരായ ആളുകൾ അവർക്കൊക്കെ ഇതിനൊക്കെ പ്രചോദനം കിട്ടിയത് എന്തുകൊണ്ടാണ്? അവരാദ്യമായി മനസ്സിലാക്കുന്നു. എന്നോട് എൻ്റെ പിതാവ് പറയാറുണ്ട്, വല്ലാതെ പ്രാരാബ്ധം സഹിച്ചിട്ട് വല്ലാതെ വിഷമിച്ചിട്ടാണ് ഓതി പഠിച്ചത്. എങ്ങനെ വിഷമിച്ചു? നോക്കാൻ പിതാവുണ്ടായില്ല, കുടുംബക്കാരും ഉണ്ടായില്ല. പെറ്റ ഉമ്മ വല്ലാതെ അധ്വാനിച്ചിട്ട് കിട്ടുന്ന എന്തെങ്കിലും തുണ്ടുകൾ അത് ഉപയോഗിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. എൻ്റെ ഉമ്മ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് കഞ്ഞി തരാൻ വേണ്ടി അടുത്ത ഒരു വീട്ടിലെ ഉമ്മയെ ഏൽപ്പിക്കും. ആ ഉമ്മ കഞ്ഞി തരുമ്പോൾ വിശപ്പ് അടങ്ങാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി കഞ്ഞി ഒഴിച്ചു കുടിക്കും. അങ്ങനെ ഒരു നേരം കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ പട്ടിണിയാവുള്ളൂ. 24 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കണം. അങ്ങനെ പട്ടിണി കിടന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് ഓതിയത്. അങ്ങനെ വിഷമം സഹിച്ച് ഞാൻ ഓത്ത് നിർത്തിയിട്ട്, കുടുംബത്തിന് വലിയ ഭാരങ്ങളുണ്ട്, കുടുംബഭാരങ്ങളുണ്ട്, പ്രായമെത്തിയ പെങ്ങളുണ്ട്, അവരെ കെട്ടിക്കണം, ആരുമില്ല, ഞാനൊക്കെ നോക്കണം, അനുജന്മാരുണ്ട്, ഇവരൊക്കെ നോക്കണം. അതുകൊണ്ട് ഉസ്താദെ, കമ്മണ്ണൂർ പാപ്പാൻ്റെ ശിഷ്യനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരോട് പോയി പറഞ്ഞു, ഉസ്താദെ ഞാൻ ഓത്ത് നിർത്തുകയാണ്, മദ്രാസിലേക്ക്, ചെന്നൈയിലേക്ക്. ഇന്നത്തെ ചെന്നൈ പഴയ കാലത്ത് മദ്രാസാണ്. മദ്രാസ് എന്ന് പറഞ്ഞാൽ മദാരിസ് എന്നത് ലോപിച്ചതാണ്. മദാരിസാണ് അതിൻ്റെ അസുല്. മദാരിസ് ലോപിച്ച് മദ്രാസായതാണ്. എന്തേ മദാരിസ് എന്ന് പറയാൻ കാരണം? നവാബുമാരുടെ കാലത്ത് ചെന്നൈയിലും പരിസരത്തും ധാരാളം മദ്രസകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മദ്രസകൾ വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് ആ പ്രദേശങ്ങൾക്ക് മദ്രാസ് എന്നുള്ള പേര് വന്നത്. പിൽക്കാലത്താണ് അത് ചെന്നൈയായി മാറിയത്. ഞാൻ അവിടത്തേക്ക് കച്ചവടത്തിന് വേണ്ടി പോകട്ടെ എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, തത്തന്നെ ഇജ്ജ് കച്ചവടത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. അത്ര തന്നെ, അത് പഴയൊരു ശൈലിയാണ്. തത്തന്നെ ഇജ്ജ് കച്ചവടത്തിന് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. ഉസ്താദിൻ്റെ വാക്കുകൾ സ്വീകരിച്ചു. ഷായിഖന്മാർ എപ്പോഴും പറയും, ഞങ്ങളുടെ പവർ ഉസ്താദിൻ്റെ കുരുത്തും പൊരുത്തുമാണ്. ഉസ്താദിൻ്റെ കുരുത്തവും പൊരുത്തവുമാണ് ഞങ്ങളെ പവർ എന്ന് പറയാറുണ്ട്. ഞാൻ കൊമ്മണ്ടി മുസ്ലിയാരെ കൊണ്ട് തുടങ്ങിയത് തന്നെ അതിനു വേണ്ടിയാണ്. തഅല്ലിമീങ്ങളെ, അനുജന്മാരെ, അൽഫി ഓതുന്ന സമയമാണ്. ഉപ്പ പറയാറുണ്ട്, അൽഫി ഓതുന്ന സമയത്ത് അൽഫി ഓതുന്നവരെ എനിക്ക് ഒരു കുപ്പായമുള്ളത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ഒരൊറ്റ കുപ്പായമാണുള്ളത്. കുപ്പായം എന്ന് പറഞ്ഞാൽ ഷർട്ട്, അതാണ് എനിക്കുള്ളത്. അത് രാത്രി ഞാൻ അലക്കിടും, പകലിടും, ഇങ്ങനെ ഒന്നേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. അങ്ങനെ വല്ലാതെ വിഷമിച്ചപ്പോൾ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പോകണ്ട എന്ന് പറഞ്ഞു. ഉമ്മ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടാണ് ജീവിക്കുന്നത്, പോകണ്ട എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. തഫ്സീറുൽ ജലാലൈനി ഉസ്താദ് ഓതിത്തരുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉസ്താദ് ചോദിച്ചു, അബ്ദുള്ള, നീ അന്ന് ഓത്ത് നിർത്തിപ്പോയിരുന്നെങ്കിൽ, ഓത്ത് നിർത്താന്നാണ് പറയാ പഴയ കാലത്ത്, ഓത്ത് എന്നാണ് പറയാ. ബഹുമാനപ്പെട്ട റയീസുലും എപ്പോഴും പറയും, ഓത്ത് മുടങ്ങാൻ പറ്റൂല എന്ന് പറയും. എങ്ങനെ പറയാം? ഓത്ത് മുടങ്ങാൻ പറ്റൂല എന്ന് പറയും. എന്നോട് എൻ്റെ ഉസ്താദ് മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളുകളാണ്. കമ്മണ്ണൂർ പാപ്പാൻ്റെ പ്രധാന ശിഷ്യനാണ്. ഉസ്താദ് പറഞ്ഞു, അബ്ദുള്ള, നീ അന്ന് കച്ചവടത്തിന് പോയിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ കലാമിൻ്റെ മാന എനിക്ക് മനസ്സിലാവുമോ എന്നാണ് ചോദിച്ചത്. തഅല്ലിമീങ്ങൾ, ഇതാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജല്ല ജലാലുവായ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മാന. സുബ്ഹാനല്ലാഹ്, ഓരോ ആയത്തുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന അനുഭൂതി. ഫഖറുദ്ദീൻ റാസി അടക്കമുള്ള ഇമാം തിബിരിയും അതേപോലെ ഖുർത്തുബിയും, ഇങ്ങനെ ഒട്ടനവധി തഫ്സീറുകൾ, ആയിരക്കണക്കിന് തഫ്സീറുകൾ. സുബ്ഹാന ജല്ല ജലാലു. ആ തഫ്സീറുകളൊക്കെ നോക്കുമ്പോൾ ഖാലിഖായ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മാന, ആ മാന തിരിയുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി, ഒരു സന്തോഷം. മുത്തഅല്ലിമീങ്ങളെ, അത് മുത്തഅല്ലിമീങ്ങൾക്കേ ഉള്ളൂ. അത് ആ ഒരു സന്തോഷത്തിന് പരിധിയില്ല.
മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. രാത്രി പാതിരാ സമയത്ത് ഉറക്കമൊഴിച്ച് കിതാബ് ഇങ്ങനെ നോക്കിയിട്ട് മാനകളിങ്ങനെ മനസ്സിലാകുമുണ്ടാകുന്ന അനുഭൂതി, ആ സന്തോഷം, അത് വെച്ചുകൊണ്ട് അവർ പറയും, രാജകുമാരന്മാർ, പട്ടുമത്തയിൽ വിശ്രമിക്കുന്ന രാജകുമാരന്മാർ, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഈ സന്തോഷമില്ല, അവർക്കൊന്നും ഈ സന്തോഷമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനുജന്മാരെ, ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗമാണ്. അള്ളാഹിൻ്റെ കലാം, മഹാനായ താജുൽ മുഹക്കിക്കീൻ കോട്ടൂർ ഉസ്താദ് പറയും, അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫാത്തുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യലാണ് നമ്മുടെ പ്രധാനപ്പെട്ട സമയങ്ങളൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ ദാത്ത് ഹിജാബ് നീങ്ങിയിട്ടൊന്ന് കാണണമല്ലോ, ആ ദാത്തൊന്ന് കണ്ടുകിട്ടണമല്ലോ എന്ന് പലപ്പോഴും അവിടെ നിന്ന് പറയാറുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അവിടുത്തെ ചർച്ചകളൊക്കെ? അള്ളാഹിൻ്റെ ദാത്തിനെ പറ്റിയും സിഫാത്തിനെ പറ്റിയൊക്കെയുള്ള ആഴമേറിയ ചർച്ചകൾ. മുതഅല്ലിമീങ്ങളെ അതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ, ഷറഹുൽ മവാഖിഫിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ, അതിൻ്റെ ആഴത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനൊക്കെ ഭാഗ്യം ലഭിച്ചവരാണ് മുതഅല്ലിമീങ്ങളാകുന്ന നിങ്ങൾ. മഹാനായ കമ്മുണ്ണി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, മഹാനവറുകൾ, അവരുടെ ശൈലി എന്താണെന്നറിയോ? മുതഅല്ലിമീങ്ങളെ മഹാനവറുകൾ ഓരോ സ്ഥലത്തേക്കും പറഞ്ഞേക്കും. ആരെങ്കിലും ദർസിന് മുദരിസിന് ആവശ്യമായി വന്നാൽ അവരവിടെ വരും. കമ്മുണീർ പാപ്പാൻ്റെ അടുത്ത് വരും, ഞങ്ങൾക്കൊരു മുദരിസ് വേണം, ഞങ്ങൾക്കൊരു മുദരിസ് വേണം. അപ്പോൾ ഉള്ള മുതഅല്ലിമീങ്ങളിൽ നിന്ന് ഒരാളെ പറഞ്ഞേക്കും. ഒരു പക്ഷേ അയാൾ ജലാലൈനി ഓതിയിട്ടുണ്ടാവില്ല, മിഷ്കാത്ത് ഓതിയിട്ടുണ്ടാവില്ല, മഹല്ലി കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളെ അവിടെയുള്ള മുതഅല്ലിമീങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് മുതഅല്ലിമീങ്ങളെയും കൂട്ടിയിട്ട് നീ പോയിക്കോ, ഇന്ന സ്ഥലത്ത് പോയി ദർസ് നടത്തിക്കോ എന്നറിയും. കമ്മുണീർ പാപ്പാനെ പറ്റി ചരിത്ര ഗ്രന്ഥമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഉസ്താദിൻ്റെ സമ്മതപ്രകാരം എൻ്റെ അനുജന്മാരോട് പ്രത്യേകിച്ച് പറയുകയാണ്, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഉസ്താദുമാരെ ആദരിക്കലും ബഹുമാനിക്കലുമാണ്. അത് വല്ലാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ കമ്മുണ്ണീർ പാപ്പാൻ്റെ ആ സമ്മതപ്രകാരം ദറസിന് പോകുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ എല്ലാ കിതാബുകളും വായിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവും. അതായിരുന്നു അനുഭവം. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഉസ്താദായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തലക്കടുത്തൂരിൽ നിന്ന് പോകുന്നത് വളാഞ്ചേരിക്കടുത്ത കാട്ടിപ്പരുത്തിയാണ്. കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞാൽ ചങ്ങമ്പള്ളി വൈദ്യശാലയുടെ ഹെഡ് ഓഫീസ് അവിടെയാണ്. അതിൻ്റെ ആളുകളൊക്കെ ദീനോട് വലിയ സഹകരണമുള്ള ആൾക്കാരായിരുന്നു, വലിയ ആളുകളായിരുന്നു. അതിൻ്റെ ആൾക്കാരൊക്കെ ദീനോട് വലിയ അടുപ്പമുള്ള ആൾക്കാരായിരുന്നു. അലിക്കുട്ടി കുരിക്കളും മമ്മു കുരിക്കളും ഒക്കെ വലിയ ആൾക്കാരായിരുന്നു. കാരണം അവിടെയാണ് മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ കീഴിൽ കുറ്റിപ്പുറം ഉസ്താദ് ഓതിപ്പടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അക്കാര്യം പറയുന്നത്. കാട്ടിപ്പരുത്തിക്കാർ വന്ന് വളാഞ്ചേരിക്കടുത്തുള്ള അവർ വന്ന് ഞങ്ങൾക്കൊരു മുദരിസിന് വേണമെന്ന് പറഞ്ഞപ്പോൾ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ പറഞ്ഞയച്ചു. പുളിക്കത്തോടി മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരെ പറഞ്ഞയച്ചു. എന്നിട്ട് കുറ്റിപ്പുറം ഉസ്താദ് പറയാണ്, മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരും മഹല്ലി കണ്ടിട്ടില്ല, മിൻഹാജിൻ്റെ ഷറഹായ മഹല്ലി മഹാനവറുകൾ കണ്ടിട്ടില്ല. പക്ഷേ മഹല്ലി ദർസ് നടത്തുകയാണ്. മഹല്ലി ദർസ് നടത്തുന്നു. അതിലെ ഇസ്തിലാഹുകളൊക്കെ വളരെ വിശാലമായി പറഞ്ഞു കൊടുക്കുന്നു. ഒരു ദിവസം ഈ പള്ളിയിൽ ഒരു വലിയ മഹാപണ്ഡിതൻ വരികയാണ്. ആരാണ് ആ പണ്ഡിതൻ എന്നറിയോ? ബഹുമാനപ്പെട്ട പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. തല്ലിമീങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ കേൾക്കുകയായിരിക്കും ആ പേര്. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് വലിയ മഹാൻ ഉണ്ടായിരുന്നു. സമസ്തയിലൊക്കെ ഉള്ള ആളായിരുന്നു മഹാനവറുകൾ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ധാരാളം ഇജാസത്തുകൾ, സുമ്മിൻ്റെ ഇജാസത്ത് അടക്കമുള്ള ഇജാസത്തുള്ള ആളാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. അവരുടെ ഖബർ പുത്തമ്പള്ളിക്കടുത്ത പുറങ്ങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഖബറുള്ളത്. വാപ്പ എപ്പോഴും അവിടെ സിയാറത്തിന് പോകാറുണ്ടായിരുന്നു. അവിടെ സിയാറത്തിന് പോവുകയും അവിടുത്തെ മഹാന്മാരൊക്കെ കാണുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. പറഞ്ഞു വരുന്നത്, ഈ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുട്ടിയാമൂസ്ലിയാർ, തട്ടാങ്കര കുട്ടിയാമൂസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. അവരുടെ ശിഷ്യനാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ. അവർ
മഹല്ലിയുടെ സ്പെഷ്യലിസ്റ്റുകളാണ്. തട്ടാങ്കാര കുട്ടിയാമൂലിയരും പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരും നവ്വറല്ലാഹു മർഖദഹും റഹമഹുമുള്ള അവരൊക്കെ മഹല്ലി നല്ലപോലെ ഇമാം മഹല്ലിയിലേക്ക് ഉള്ള സിൽസില എത്തുന്ന ആ സനദ് എത്തുന്ന ആൾക്കാരാണ്. അവരൊക്കെ നല്ലപോലെ മഹല്ലി ഓതിയ ആൾക്കാരാണ്. മഹാനായ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ അവിടെ വരുന്നത് ചികിത്സയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. ചങ്ങമ്പള്ളി വൈദ്യശാലയിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്ന മഹാനൂറുകൾ എൻ്റെ ഉസ്താദ് മഹല്ലി ദർസ് നടത്തുന്നത് പുറത്തു നിന്ന് കേൾക്കുകയാണ്. ഉസ്താദ് മഹല്ലി ദർസ് നടത്തുന്നത് പുറത്തു നിന്ന് പുതിയാപ്പുൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കേട്ടു. സബുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം താലിമ്യങ്ങൾ മനസ്സിലാക്കണം. സബുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയാപ്പുൾ അബ്ദുറഹ്മാൻ മുസ്ലിയാർ വന്നിട്ട് സലാഞ്ചലി സംസാരിച്ചു. നിങ്ങളെവിടുന്ന മഹല്ലി ചോദിച്ചു. നിങ്ങളെവിടുന്ന മഹല്ലി ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം ഞാൻ മഹല്ലി ഓതിയിട്ടില്ല. മഹല്ലി ഓതാത്ത ഒരാൾ മഹല്ലി ദർസ് നടത്തുന്നത് പുറത്ത് നിന്ന് കേട്ട് ചോദിക്കുന്ന ആളാരാ? നല്ലപോലെ മഹല്ലി അറിയുന്ന ആൾ. മഹല്ലി എന്നൊക്കെ പറഞ്ഞാൽ കോട്ടൂർ ഉസ്താദിൻ്റെ നിന്നൊക്കെ മഹല്ലി ഓതുമ്പോഴാണ് അതിൻ്റെ ആ ശൈലികളും അതൊക്കെ ശരിക്കും മനസ്സിലാവാം, അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാവാം. മഹാനായ ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു ഓതുന്ന അവസരത്തിൽ ധാരാളം തഹ്ഖീഖാത്തുകൾ പറയാറുണ്ട്. അത് എഴുതിയ ചില ശിഷ്യന്മാരുണ്ട്. ആ ഷറഹുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദ് ഓരോ സ്ഥലത്തും പറഞ്ഞ മുഹ്തറദാത്തുകളും റദ്ദിൻ്റെ കൈഫിയത്തുകളും വജുഹുകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഉസ്താദ് പറഞ്ഞു, ഞാൻ മഹല്ലി ഓതിയിട്ടില്ല. മഹല്ലി സെബക്ക് കഴിഞ്ഞിട്ട് കുട്ടികളാണ്ട് പോയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ സംഭാഷണം, ഞാൻ മഹല്ലി ഓതിയിട്ടില്ല. അപ്പോൾ പുതിയാപ്പുള്ള അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മൊയ്ലിയർ കുത്തിട്ട സ്ഥലമാണല്ലോ അത് നിങ്ങൾക്ക് എളുപ്പമായല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു മനസ്സിലായോ? മൊയ്ലിയർ കുത്തിട്ട സ്ഥലമാണ്, നിങ്ങൾക്കത് എളുപ്പമായല്ലോ. പഴയ കാലത്ത് ഉസ്താദുമാരെ വിളിക്കൽ മൊയ്ലിയരെന്നാണ് വിളിക്കാം. ഉസ്താദുമാരെ മൊയ്ലിയരെന്നാണ് വിളിക്കാം. ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിനെ ഏന്തിൻകുട്ടിയിലിരുന്നാണ് പറഞ്ഞത്. ഏന്തിൻകുട്ടിയിലിരുന്നാണ് പറയും, മൊയ്ലിയരെന്നാണ് പറയാം. മഹാനായ ചെറിയപ്പി ഉസ്താദ് അള്ളാഹു അവിടുത്തെ ഖബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ സുഖമില്ലാതെ ആ സമയത്ത് റബീഉൽ അവ്വൽ 12-നാണ് സുൽത്താനുൽ ഉലമക്ക് അസുഖം വന്നത്. ആ സമയത്ത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മർക്കസിലുണ്ട്. ഉസ്താദിന് സുഖമില്ലാതെ റബീഉൽ അവ്വൽ 12 രാവിലത്തെ മൗലൂദൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ അന്ന് കാണാൻ ആ അസുഖത്തിൻ്റെ ആ സമയത്തായിരുന്നു പോയത്. മഹാനായ സയ്യിദ് ഉമറുൽ ഹഫീദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അവിടെ ആ സമയത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത്, മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ ഉസ്താദ് കുത്തിട്ട സ്ഥലം മൊയ്ലേര് കുത്തിട്ട സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഈ മൊയ്ലേര് എന്നുള്ള പ്രയോഗത്തിനെ പറ്റി പറഞ്ഞതാണ്. ചെറിയപ്പി ഉസ്താദ് അവിടുത്തെ അവസാനത്തെ പ്രസംഗത്തിലും സുൽത്താനുൽ ഉലമയെ സംബോധന ചെയ്തത് മൊയ്ലേര് എന്നാണ്. മൊയ്ലേർ അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മൊയ്ലേർ എന്നാണ് എ പി ഉസ്താദിനെ സംബന്ധിച്ച് എ പി ഉസ്താദിൻ്റെ ആദ്യ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ചെറിയപ്പി ഉസ്താദ്. 1964 മഹാനായ സുൽത്താനുൽ ഉലമ ദർസ് തുടങ്ങുന്നത്. പൂനൂരിനടുത്ത മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ദർസ് തുടങ്ങുന്നത്. ആ ദർസ് ഉദ്ഘാടനം ചെയ്തത് ഷെയ്ഖുൽ ഹദീസ് മഹാനായ ഷെയ്ഖ് ഹസരത്ത് ബാക്കിയാത്തു സാലിഹാത്തിൽ പ്രിൻസിപ്പാളായിരുന്നു. വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ ഉസ്താദായിരുന്നു. ഷെയ്ഖുൽ ഹദീസ് ആയിരുന്ന മഹാനവറുകളാണ് ആ ദർസ് ഉദ്ഘാടനത്തിന് വേണ്ടി വന്നത്. അന്നത്തെ ആ ദർസിലെ വിദ്യാർത്ഥികളാണ് ചെറിയപ്പി ഉസ്താദും ചെറിയപ്പി ഉസ്താദ് അടക്കമുള്ള ധാരാളം വലിയ വലിയ പണ്ഡിതന്മാർ. ആ വലിയ വലിയ പണ്ഡിതന്മാർ ഉസ്താദിൻ്റെ ആദ്യ ശിഷ്യന്മാർ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരാണ്. മഹാനായ ചെറിയപ്പി ഉസ്താദ് വഫാത്താകുന്നത് വരേക്കും സുൽത്താനുൽ ഉലമയെ വിളിച്ചത് മൊയ്ലിയർ എന്നാണ്. അന്നത്തെ പ്രയോഗം ഉസ്താദ് എന്ന് വിളിക്കില്ല, മൊയ്ലിയർ എന്നേ വിളിക്കുള്ളൂ.
മൊയ്ലിയർ അങ്ങനെ പറഞ്ഞു. ഉസ്താദ് എന്ന് വിളിക്കാതെ പിൽക്കാലത്ത് വന്നൊരു പ്രയോഗമാണ് ഉസ്താദ് എന്നുള്ളത്. ഉസ്താദുമാരെ പറ്റി മൊയ്ലിയർ എന്നേ പറയുള്ളൂ. അപ്പോൾ മൊയ്ലിയർ കുത്തിട്ട സ്ഥലം മഹാനായ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാരോട് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു, മൊയ്ലിയർ കുത്തിട്ട സ്ഥലമാണല്ലോ, നിങ്ങൾക്കത് എളുപ്പമായല്ലോ എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് കിതാബ് ഓതുമ്പോഴും ദർസെടുത്തുമ്പോഴും സംശയമുള്ള ഭാഗത്ത് മൊയ്ലിയന്മാരൊരു കുത്തിടും. അതാണ് പറഞ്ഞത്. സംശയമുള്ള ഭാഗത്തൊരു കുത്തിട്ട് വെക്കും. മഹാനായ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരുടെ ഫത്ഹുൽ മുഈൻ കാണാൻ പോയി. ഞാനന്ന് മുതഅല്ലിമാണ്. അവിടുത്തെ വീട്ടിൽ പോയി അവിടുത്തെ ഫത്ഹുൽ മുഈൻ കണ്ടപ്പോൾ ആ ഫത്ഹുൽ മുഈനിലും പല ഭാഗത്തും ഇങ്ങനെ കുത്തിട്ടിരുന്നു. ആ ഫത്ഹുൽ മുഈൻ പല ഭാഗത്തും കുത്തിട്ടിരിക്കുന്നു. കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ഫത്ഹുൽ മുഈൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതേപോലത്തെ നന്നാക്കിയ വേറെയും ഫത്ഹുൽ മുഈൻ കരിങ്കപ്പാറ ഉസ്താദിനുണ്ട്. അത് മാത്രമല്ല, ഒന്നിലധികം ഫത്ഹുൽ മുഈൻ ഉണ്ട്. ഒന്നിലധികം ഫത്ഹുൽ മുഈനുകൾ അവർ നന്നാക്കിയിട്ടുണ്ട്. മഹാനായ കൈപ്പറ്റ ഉസ്താദിൻ്റെ ഫത്ഹുൽ മുഈൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ അങ്ങനെ കുത്തിട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ കുത്തിട്ടിട്ടുണ്ട്. അന്ന് വെച്ചാൽ സംശയമുള്ള സ്ഥലം എന്നർത്ഥം. അവിടെയൊക്കെ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളുള്ള സ്ഥലമാണ് എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട തട്ടാങ്ങര കുട്ടിയ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മഹല്ലിയുടെ സ്പെഷ്യലിസ്റ്റാണ്, നല്ലപോലെ അറിയുന്ന ആളാണ്. ആ ഉസ്താദ് അവറുകൾ, ആ മൊയ്ലിയർ സംശയം പ്രകടിപ്പിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വളരെ എളുപ്പമായല്ലോ, നിങ്ങളത് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചല്ലോ എന്ന് അത്ഭുതത്തോടു കൂടെ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ഉസ്താദിൻ്റെ ഉസ്താദായ കമ്മുണ്ണിൽ പാപ്പാൻ്റെ ശിഷ്യനായ മൊയ്തീൻ കുട്ടി മുസ്ലിയാരോട് പറഞ്ഞു എന്ന് ഉസ്താദ് പറയാറുണ്ട്, ഉപ്പ പറയാറുണ്ട്. അതെന്തേ കാരണം? അതെങ്ങനെ കിട്ടി? മഹല്ലി നോക്കാതെ, മഹല്ലി ഓതാതെ എങ്ങനെയാണ് ഇൽമ് കിട്ടിയത്? എല്ലാ കിതാബുകളും നല്ലപോലെ ഉസ്താദ് ദർസെടുത്തിയിരുന്നു, മൊയ്ലിയർ ദർസെടുത്തിയിരുന്നു. ഫറായിദ്, ആ ഫറായിദിൻ്റെ വിഷയത്തിൽ ഏറ്റവും കടുപ്പപ്പെട്ട ഭാഗമാണ് മുനാസഹ എന്ന് പറയുന്നത്. 1000 മുനാസഹ ഒന്നിച്ചു വന്നാലും മൊയ്ലിയർക്കത് എളുപ്പമാണ്. 1000 മുനാസഹ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത് എന്താണ് ഉസ്താദ് പറഞ്ഞത് തിരിയില്ല. 1000 മുനാസഹ ഒന്നായി വന്നാലും ഒന്നിച്ചു വന്നാലും മൊയ്ലിയർക്കത് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ.